സാധിക്കുന്നു. ഓരോ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദര സഹോദരിമാരോട് പറയുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുകയും അതിന്റെ ഗുണം ലഭിച്ച വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ പറയുന്ന സാധുവായ എനിക്കും അതെല്ലാം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ KMIC-യുടെ പ്രവർത്തകർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ പറയത്തക്ക അമലുകളൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ആധുനിക ടെക്നോളജി വെച്ച് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരിലേക്ക് ഈ നന്മയുടെ കൂട്ടായ്മയിലൂടെ ഒരുപാട് നന്മകൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് നമുക്ക് സന്തോഷിക്കാം. അല്ലാഹു തആല ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്കും നമുക്കും അത് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാവാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനിത് പറയാൻ കാരണം, ഒരു വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞു അതിന്റെ ഒരു ഫലം നമ്മൾ അറിയുമ്പോൾ അത് നമുക്കൊരു സന്തോഷാണല്ലേ. ഞാൻ ഇത് പറയാൻ കാരണം, ചിലവരോടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്കത് പുച്ഛമായി തോന്നാറുണ്ട്. അതെന്താ? മക്കളില്ലാത്തതിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലിച്ചെന്താ? എന്റെ വിഷയം അടുക്കളയാണ് കേട്ടോ. ശ്രോതാക്കളോട് നമ്മൾ അടുക്കള വന്ന് നമ്മൾ പോന്നിട്ടില്ല. അടുക്കളയെക്കാണ് തന്നെ 2-3-4 ദിവസം നമുക്ക് കെട്ടി തിരിയാണ്ടിരിക്കട്ടെ. ഏതായാലും ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന്റെ റിസൾട്ട് വരുമ്പോ അല്ലെ, ഒരു വിഷയം നമ്മൾ KMIC-യിൽ പറഞ്ഞു, അതിന്റെ ഫലം ജനങ്ങൾക്ക് കണ്ടു തുടങ്ങി, അത് മറ്റുള്ളവരെ അറിയിക്കുമ്പോഴാണല്ലോ എന്നാ ഞാനും ഇനി അങ്ങനെ തുടങ്ങട്ടെ, ഞാനതൊരു കാര്യമാക്കി നിലവിൽ നിങ്ങളെ ക്ലാസ് റൂമിൽ വരും, ഒന്ന് ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ ആ ക്ലാസ് ആ ചങ്ങായിയുടെ ക്ലാസ്സാണൊന്ന് കേൾക്കുമ്പോ അതാണ്ട് ഓഫാക്കുകയും ചെയ്യും. എന്നാ ഞാനും ഇതൊക്കെ ഒന്ന് ഫുള്ള് കേൾക്കട്ടെ, ഞാനും എൻ്റെ ജീവിതത്തിൽ പകർത്തട്ടെ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ സദക്ക വലിയ വലിയ വയലിന്റെ സദസ്സിൽ സദക്ക ചെയ്യുമ്പോൾ വലത്തെ കൈ കൊണ്ട് കൊടുത്തത് ഇടത്തെ കൈ അറിയാൻ പാടില്ല എന്നാണല്ലോ പൈൻ്റെ മൊസല. എന്നാലും ചില ഉസ്താദന്മാർ ഇന്ന ആചരിച്ചത് തന്നു. പക്ഷെ ആചരിക്ക് അങ്ങനെ വിളിച്ചു പറയലൊന്നും ആഗ്രഹമില്ല. എന്നാലും ഉസ്താദന്മാർ സ്റ്റേജുമെന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ മറ്റേ ആചരിക്കും തോന്നുകയാണ്, ആ ആചാര്യ ഇന്ന അത്രയും കഴിവില്ലാത്ത ആചാര്യ 25,000 കൊടുത്തെങ്കിൽ ഞാനൊരു 10,000 ഈ വിഷയത്തിലേക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ കൂലിപ്പണിയായി ജീവിക്കുന്ന ഒരു സാധുവാണ് ആ ഒരു നല്ല വിഷയത്തിന് 500 റുപ്യ കൊടുത്തത്, എനിക്ക് 10 റൂമിന്റെ വാടക ദിവസേന കിട്ടണുണ്ട്, ഞാനൊരു 1000 കൊടുക്കട്ടെ, അത് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമാവാനാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ വയലിന്റെ സദസ്സിലേക്ക് സ്വതക്കൊക്കെ വിളിച്ചു പറയുന്നു, മറ്റുള്ളവർക്ക് അതൊരു പ്രോത്സാഹനമാവാം. ഏതായിരുന്നാൽ ഇന്നലെ എന്റെ പ്രിയപ്പെട്ട ഷഹീർ സാഹിബ് ഒരു വോയിസ് എനിക്ക് വിട്ടു തന്നു. അബൂ റയ്യ ഉസ്താദിനോട് നന്ദി രേഖപ്പെടുത്തണം. ഞാൻ എൻ്റെ KMIC-യുടെ പ്രവർത്തകർക്ക് കൂടി വേണ്ടി നമ്മൾ പ്രവർത്തിക്കൂ, നമ്മൾ നിങ്ങൾക്കറിയുന്ന ടെക്നോളജിയിലൂടെ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കൂ. 1000 ആളുകളിലേക്ക് എത്തുമ്പോൾ ഒരാളെങ്കിലും അത് ഉൾക്കൊണ്ടാൽ അദ്ദേഹം ചെയ്യുന്ന ആ നന്മയിൽ നിന്ന് ഒരു ചെറിയ നന്മ KMIC-യുടെ എല്ലാ പ്രവർത്തകരുടെ റിക്കാർഡിലേക്കും വരും, അതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞു, ഒരാള് ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ പതിവാക്കി. അത് എന്റെ ഒരു കൗളല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഇരുന്ന് പറയാൻ കാരണം എന്താ, എല്ലാരും വരും വടക്ക് കിഴക്കേ മൂലയിൽ എന്തുവാണ് കിച്ചൺ കൊടുക്കണമെന്ന്. അതിന്റെ ഭക്ഷണം ഉണ്ടാക്കാനല്ലേ. ഞാൻ വടക്ക് കിഴക്കേ മൂലയിൽ എന്റെ KMIC-യുടെ റൂമും കിതാബുമാണ്.
ഏറ്റവും നല്ല ഭക്ഷണം ആത്മീയമായ ഭക്ഷണമല്ലേ അല്ലേ? ഏറ്റവും നല്ല ഭൗതികമായ ഭക്ഷണം ഉണ്ടാക്കാനാണല്ലോ നമ്മൾ കിച്ചന്റെ സ്ഥാനം തെരഞ്ഞെടുക്കുന്നത്. നമ്മളെ ചോറും കഞ്ഞിയും ഇറച്ചും മീനൊക്കെ ഉണ്ടാക്കാൻ ആ ഭക്ഷണം രണ്ടു വിധമാണ്. ഒന്ന് ആത്മാവിനുള്ള ഭക്ഷണവും മറ്റൊന്ന് ഭൗതിക ശരീരത്തിനുള്ള ഭക്ഷണവും. നമ്മളൊക്കെയും ഭൗതികമായ ശരീരത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള കിച്ചൻ എവിടെയെന്നും പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കാൻ. അന്വേഷണം പൂർത്തിയാവാതെ 3 സ്ഥലത്ത് കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും കിച്ചൺ തീരുമാനിക്കാതെ ഈസി കുക്കുന്ന കുക്കർ വെച്ച് ചോറുണ്ടാക്കുന്ന വരക്കാരി കേരളത്തിൽ എന്തെന്ന് പറയുമ്പോ കിച്ചൺ എവിടെ കൊടുക്കണ്ടെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അത്തരം സുഫഹാക്കളുടെ സഫാഹത്തിൽ ഇനി മേലാക്കം സാധാരണക്കാർ കുടുങ്ങരുത് എന്നൊരു അതിയായ ആഗ്രഹം സാധുവായി എനിക്കുണ്ട്. എന്റെ ക്ലാസ് കേൾക്കുന്നവർ വിശദമായുള്ള ക്ലാസുകൾ വരും ഇൻഷാ അല്ലാഹ്. നല്ലൊരു പഠനം തന്നെ നടക്കും. ഉണ്ടാക്കിയവരാരും പൊളിച്ചു മാറ്റാൻ നിൽക്കണ്ട. ഇനി പുതുതായി വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അൽഹംദുലില്ലാഹ് സാധുവായ ഞാനൊരു മാർഗനിർദ്ദേശം തരാം. അതടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കൂ. അപ്പൊ ഏതോ ആവട്ടെ. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ KMIC-യുടെ റൂമാണുള്ളത്. ഷഹീർ ബത്തേരി അങ്ങനെ കുറെ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ആ ലോകത്തുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, എന്റെ ബഹുമാന്യരായ ഉസ്താദന്മാർ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, ആ ആത്മാവിനുള്ള ഭക്ഷണം അത് കൊടുക്കാനുള്ള സ്ഥാനം ഞാൻ വടക്ക് കിഴക്കേ മൂലയിലെ കണ്ടത്. അത് കുഴപ്പമില്ല. അപ്പൊ ഏതോ ഇരിക്കട്ടെ. അപ്പൊ ഞാനിവിടെ അങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തൂലല്ലോ. ഈ ഒരു മഹത്തായ സംവിധാനത്തിന്റെ പിന്നിൽ രാവും പകലും ഇല്ലാതെ ഉറക്കം ഒഴിക്കുന്ന ഒരുപാട് അടിമ സുഹൃത്തുക്കൾ, ഒരുപാട് കുടുംബം, അവരുടെ ഈ കൂട്ടായ്മയിലൂടെയാണ് ഈ സംവിധാനം ലോകം അറിയുന്നത്. അല്ലെങ്കിൽ സാധുവായ ഞാൻ പറയുന്നത്, മറ്റേതെങ്കിലും ഉസ്താദന്മാർ പറയുന്നത് ഈ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരിലേക്ക് എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊരു വിഷയം പറഞ്ഞു. ഇപ്പൊ നോക്കിങ്ങള്, നമ്മൾ ഈ KMIC-യിൽ 70,000 ദിക്ർ ചെല്ലുന്നൊരു കാര്യം പറഞ്ഞിരുന്നല്ലേ? 70,000 ദിക്ർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചൊല്ലി തീർക്കാൻ നോക്കുക. എത്ര സഹോദരിമാര് ചൊല്ലി തീർത്തു. ഞാൻ ഇന്നലെ തമാശയിൽ ഇങ്ങനെ ഓരോ വിഷയം പറഞ്ഞപ്പോഴേ എന്റെ ഭാര്യനോട് പറഞ്ഞു, എത്ര പെണ്ണുങ്ങൾ ഇജ്ജക്കിൻ തന്നെ പോയി ചൊല്ലി തീർക്കാത്തതെന്നാണ്. ഞാൻ വിചാരിച്ചൊരു 37, ഞാനൊരു സന്തോഷം പറയാത്ത അത് ചൊല്ലി തീർത്തിട്ടില്ല എന്നാ പോലും. ഞാൻ അപ്പൊ 37 ഞാനൊക്കെ എന്നോ ചൊല്ലി തീർത്തിക്കുന്നു. നിങ്ങൾ ആ ക്ലാസ് എടുത്ത ഉടനെ തന്നെ ചൊല്ലി തീർത്തിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇജ്ജ് മരിച്ചാഞ്ഞ് ദിക്റിന് കായ് ചെലവാക്കണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ് കാരണം അപ്പൊ എനിക്കൊരു ഹൈറായി. ഇപ്പൊ ഇജ്ജ് മരിച്ചതിന്റെ പേരിൽ ഞാൻ വലിയൊരു സംഖ്യ ചെലവാക്കിയിട്ട് ദിക്റിന് നടത്തണ്ടല്ലോ. അപ്പൊ നോക്കിങ്ങള്, എത്രയോ സഹോദരിമാര് ചൊല്ലി തീർത്താൽ അവരൊക്കെ ആ ചൊല്ലി തീർത്തതിൽ നിന്ന് ഒരു സവാബ്, ഒരൽപ്പം KMIC-യുടെ പ്രവർത്തകർക്കുണ്ട്. അങ്ങനെ എല്ലാവരും പാടെ കൂട്ടമായി ഈ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ്. അത് കാരണം ഒരുപാട് സാധാരണക്കാരിലേക്ക് മരിക്കുന്നതിന് മുമ്പ് 70,000 ദിക്ർ തെറ്റില്ലാതെ, എണ്ണം കൂടാതെ, എണ്ണം ചുരുങ്ങാതെ ചൊല്ലി തീർത്ത ക്ലാസ് ഒരുപാട് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നമുക്ക് സന്തോഷിക്കാം. ഏതായിരിക്കട്ടെ, ഞാൻ മുമ്പ് നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ ചർച്ച ഇനിയുണ്ട്, എന്നാലും കുറെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു ഫലം നമ്മുടെ KMIC-ക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരാൾ ഇന്നലെ മുമ്പ് ഒരു സഹോദരി വിളിച്ചിട്ടിന്റെ ഭാര്യക്ക് പറഞ്ഞു, ഞാൻ ആ ക്ലാസ് കേട്ടതിന് ശേഷം എന്നും 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടല്ലാതെ പിന്നെ ഉറങ്ങിയിട്ടില്ല എന്നാണ്. ഇന്നലെ എന്റെ ഷഹീർ എനിക്കൊരു വോയിസ് വിട്ടു തന്നു. അത് ചൊല്ലല് മാത്രമല്ല, അതിന്റെ ഗുണം കിട്ടി. എന്താ നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ ഗുണം പറഞ്ഞത്? നല്ല ഭൗതികമായ ജീവിതം, നല്ല സാമ്പത്തിക പുരോഗതി അവനിക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണത്തിലുള്ള വിശാലത. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസിലുള്ളത് എന്താണ്? ഞാൻ അബൂ റയ്യ ഉസ്താദിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആ ക്ലാസ് കേട്ടതിന്റെ ശേഷം ഇസ്തിഗ്ഫാർ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് 100 ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലും. 100 ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലും.
അത് ചൊല്ലാൻ തുടങ്ങി ഈ മാസം മുതൽ എനിക്കെന്റെ അറുബാബ് ശമ്പളം കൂട്ടി തന്നു. അൽഹംദുലില്ലാഹ്. സഅത്തുൽ റിസ്ഖ്, ഭക്ഷണത്തിൽ വിശാലത. അദ്ദേഹം പറഞ്ഞത് ഈ മാസം എന്റെ അറുബാബ്, അറുബാബ് എന്നാണ് അറബിയിൽ പറയാ, ഗൾഫേര് പറയാ മൊയലാലിനെ പറ്റി അറുബാബ് എന്നാണ്. അത് റബ്ബിന്റെ ജമ്മാണ് അറുബാബ്. ഇരിക്കട്ടെ. എന്നാലും ഇപ്പൊ നമ്മള് സാധാരണ ഗൾഫേരെ ഒരു ഭാഷയാണ് അത്. അറുബാബ് അറുബാബ് എന്നാ ഒരു പറയാൻ പറ്റുമല്ലേ കുമാരമായന. ഏതോ ഇരിക്കട്ടെ. എന്റെ അറുബാബ് എനിക്ക് 200 ദിർഹം ശമ്പളം കൂട്ടി തന്നു. ഞാൻ എന്റെ അറുബാബിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അത് ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് 200 ദിർഹം ഈ മാസം ശമ്പളം അധികം തന്നു. വേറെ പല നിലക്കും എനിക്ക് കുറച്ച് ടിപ്സും കിട്ടി. 400 ദിർഹംസ് ടിപ്സും കിട്ടി എനിക്ക്. അൽഹംദുലില്ലാഹ്. അതിന്റെയും പുറമെ അദ്ദേഹം പറഞ്ഞത് അത് ഭൗതികമാണ്. എന്റെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട്. ശരി, അദ്ദേഹത്തിന് വോയിസിൽ അതും കൂടി ഉണ്ട്. എന്റെ മനസ്സിന് മനസ്സിനെന്തൊക്കെ ഒരു വിഷമവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി നിൽക്കും. ഇപ്പൊ മനസ്സിലൊക്കെ നല്ല വാഹത്തും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളിതെല്ലാം ഒരു ക്ലാസ് ആക്കി മാറ്റാതെ, KMIC ക്ലാസ് കണ്ടമാനം ഗ്രൂപ്പിൽ ഓതുന്നുണ്ട്. KMIC ഉഷാറാണ് എന്ന് നമ്മൾ പറഞ്ഞ് അവകാശപ്പെട്ട് നിൽക്കാതെ ഞാനും എന്റെ ജീവിതത്തിൽ ഒരു 100 ഇസ്തിഗ്ഫാർ. എന്റെ കൽബിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്റെ കൽബിൽ ടെൻഷനുകളുണ്ട്. എന്റെ വീട്ടിൽ പറയത്തക്ക സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ പലജാതി പ്രശ്നങ്ങളുണ്ട്. ഞാനും എന്റെ ഭാര്യയും ഉറങ്ങാൻ നേരത്ത് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടേ ഉറങ്ങൂ. അതിന് മുമ്പ് അങ്ങനെ ഉറങ്ങൂല. ഒരു 5 മിനിറ്റ് മതി മുഅ്മിനീങ്ങളെ. വല്ലാത്തൊരു അമലാണ്. ഞാൻ ഇതൊന്ന് സാന്ദർഭികമായി ഉണർത്താൻ കാരണം, നമ്മൾ മാസങ്ങളോളം അതല്ലെങ്കിൽ ദിവസങ്ങളോളം ഒരു വിഷയം പറഞ്ഞിട്ട് അതിനൊരു ഫലം കിട്ടി. അൽഹംദുലില്ലാഹ്. നെറ്റ് എടുക്കാനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കി, അത് ഗ്രൂപ്പിലാക്കി, ക്ലാസ് ഗ്രൂപ്പിലാക്കി, അതിന് ടെക്സ്റ്റ് അടിച്ച് ചെയ്യാൻ ഒരുപാട് സമയം നമ്മൾ ഉപയോഗപ്പെടുത്തി. വെറുതെ ആയിട്ടില്ല. ഞങ്ങളുടെ ഈ പ്രവർത്തനം വെറുതെയാകുന്നില്ല എന്ന് ഞാൻ എന്റെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞത്. എന്നതുപോലെ ഈ അടുക്കള പൊളിച്ചു മാറ്റലിനും പരിഹാരം കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് സാധാരണക്കാര് കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എവിടൊക്കെയോ ഏതാ കൊടുക്കിൽ ചെന്ന് പെടുകയാണ്. ഞാൻ വിഷയം അടുക്കളയായതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുകയാണ് കേട്ടോ. ഞാൻ മുമ്പൊരിക്കലൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം കേൾക്കാത്തവർക്ക് വേണ്ടി അത് അതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ചിന്തിക്കാൻ വേണ്ടി. ബത്തേരിക്കൊക്കെ നല്ല ഓർമ്മശക്തിയുള്ള ആളാണ്. ഔസ്താദങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ ഇനി PMI അല്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധമുണ്ടായതുകൊണ്ട് ഒന്നും കൂടിയാണ് ആവർത്തിക്കുകയാണ്. ഒരു വീട്ടിൽ എന്നും ഭക്ഷണമാണ്. എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞു. എന്താ കാരണം? ചോറ് വേവധികാര. ചോറ് വേവധികാരാണ് വീട്ടിലെ പ്രശ്നം. ഈ പുരുഷന്മാര് പല ഐറ്റംസ്, ചിലർക്ക് നല്ല വേവന്റെ ചോറ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ഈ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വീട്ടുകാരന്റെ ചോറിന്റെ പ്ലേറ്റ് വേറെ കാണും. അത് ഇപ്പാക്കുള്ള ചോറാണ് എന്നാണ്. എന്റെ ഉപ്പാക്കൊരു ചോറ് അത് ഇപ്പാക്ക് നല്ല വേവണമെന്നാണ്. ചോറ് ആവുമ്പോഴേ അത് ഇപ്പാക്കുള്ള ചോറാണ്. എന്റെ ഉപ്പാക്ക് അങ്ങനെ ഒരു പ്രത്യേക ചോറ്. പണ്ട് വയലറിയാൻ ചെന്ന മൊയിലേക്ക് മുരിങ്ങടലും പെരക്കാരന് കോഴിയിറച്ചി കൊടുത്തൊരു കഥ പറയാൻ അതിലേക്ക് അടക്കില്ലേ. വയല് പറയാൻ ചെന്ന മൊയിലേക്ക് മുരിങ്ങടല, പെരക്കാരന് കോഴിയിറച്ചി. അതിനൊന്ന് ആലോചിച്ചോക്കാൻ ഇപ്പൊ പറയാൻ നേരമില്ല. ഞാൻ മുമ്പെന്നോ ഒരു ക്ലാസ്സിൽ ഒരു മസ്തല വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മല്ലോല് ഒന്ന് ആലോചിച്ചാൽ. അപ്പൊ അത് ഇപ്പൊക്കെയുള്ള ചോറാണ്. അപ്പാക്ക് ചോറ് നല്ല വേവണമെന്നാണ്. ചിലർക്ക് അങ്ങനല്ല, അത്ര വേവ് പറ്റൂല. അപ്പൊ പലരും പല ഐറ്റംസാണ്. അപ്പൊ ഈ വീട്ടുകാരെന്ന് ചോറ് വേവ് അധികമാവാൻ പറ്റൂല. പക്ഷെ എന്നും പെരക്കാറ്റുണ്ടാകുന്ന ചോറ് വേവ് അധികമാണ്. അതിന് പെരയില് വക്കാണ്. അപ്പൊ എന്താപ്പത് ചോറ് വേവാൻ കാരണം? അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആലോചിച്ച് നോക്കാൻ, അങ്ങനെ ആലോചിക്കാൻ വേണ്ടി പറയാം. ഏതെങ്കിലൊക്കെ ഒരാൾക്കാർ വന്ന് അത് അങ്ങട്ട് ഇതിങ്ങട്ട് അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാര്. അപ്പൊ അവര് ആദ്യം അടുക്കള ഉണ്ടാക്കി. വീട് ഉണ്ടാക്കിയപ്പോഴും അടുക്കള പോലെ ഉണ്ടാക്കി.
അപ്പൊ ഈ അടുക്കളയുടെ അടുപ്പും തീയും വന്നത് കിണറിന്റെ നേരക്കാണ്. പക്ഷെ നല്ല പഠിക്കണം. കിണറിന്റെ നേരക്കാണ് അടുപ്പും തീയും. കാരണം കിണറിപ്പോ നമ്മൾ കുത്തിയവരെ വെള്ളം കിട്ടുന്നതല്ലേ കിണർ കുത്തുക. അപ്പൊ കിണർ ഒരു ഭാഗത്ത് വടക്ക് കിഴക്കേ മൂലയിൽ കിണർ കുത്തി. അങ്ങനെ പിന്നെ ഇപ്പൊ സാധാരണ കേരളത്തിലെ ശിഷ്ടപ്രകാരം വടക്ക് കിഴക്കേ മൂലയിലാണല്ലോ കിണർ അടുപ്പും തീയും കൊടുക്കാറ്. അവിടെയാണോ അടുക്കളയുടെ സ്ഥാനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഭൂമിശാസ്ത്ര പ്രകാരം 99% വീടുകളിലും വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൺ കൊടുക്കാറുള്ളത്. കാരണം സൂര്യന്റെ എനർജിയൊക്കെ ലഭിക്കാൻ ഭൂമിശാസ്ത്ര പ്രകാരം വടക്ക് കിഴക്കേ മൂലയിലാണ് നല്ലത്. പക്ഷേ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാവുന്ന വാസ്തുശാസ്ത്ര വിദഗ്ധന്മാർ ഒരിക്കലും സമ്മതിക്കാത്തൊരു സത്യമാണ്. അതായത് നിങ്ങൾക്ക് അല്ല ഉസ്താദെ, ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ചില ആൾക്കാർ പറയും, ഉസ്താദെ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്റെ പേരിൽ ആശേരിയാണ് കുച്ചടിക്കാൻ വന്നത്, ആശേരി വടക്കേക്ക് മൂലയിലാണ് കിച്ചൺ കൊടുത്തത്. ഞാനൊരു സ്ഥലത്ത് നിന്ന് ആശേരിനേറ്റ് ഊക്കം വെക്കാനും കഴിഞ്ഞതാണ്. ഒരു സ്ഥലത്ത് ഒരു പേരെ കുച്ചടിക്കാൻ. അപ്പൊ അദ്ദേഹം കാരണം അവരെ തെക്ക് കിഴക്കേ മൂലയിൽ കിച്ചൺ കൊടുക്കലാണ് ഒരു മൊയ്ലിയുടെ വീടാണ്. അത് ഏറ്റവും നല്ലതൊരു തെക്ക് കിഴക്കേ മൂലയിൽ കിച്ചൺ കൊടുക്കലാണ്. പക്ഷെ അവിടെ ഒരു ആശേരി കുച്ചടിക്കാണ്ട്. അപ്പൊ അദ്ദേഹം അത് വാദിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാദം കൊണ്ടൊന്നും എന്റെ മുമ്പിലാക്കും, ഇങ്ങനത്തെ തലയെക്കെട്ടും മാത്രം നോക്കണം. ഞാനിത് നല്ലോണം പഠിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞാലും തച്ചുശാസ്ത്രം സംഭവിക്കുന്ന ഒരു വിഷയമല്ലത്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് മുമ്പൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ നാട്ടിലൊക്കെ തന്നെ പ്ലാൻ കമ്പ്യൂട്ടർ ചെയ്തു തരാണ്. നമ്മൾ അബു അബീനൊക്കെയും കമ്പ്യൂട്ടർ വരഞ്ഞ് വാട്സാപ്പിൽ പ്ലാന് വരഞ്ഞ് വാട്സാപ്പിൽ വിട്ടുകൊടുത്താ പോകുന്നത് കമ്പ്യൂട്ടർ ചെയ്ത് കഴിച്ചു. ഇനി അതിന്റെ കാര്യം ഉസ്താദിന് ഓഫീസ് കൊടുക്കണ്ട, നിങ്ങൾ വിട്ടോലിനൊക്കെ പറഞ്ഞത് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അത് നല്ലൊരു പ്രവർത്തനമാണല്ലോ. നമ്മളൊരു പ്ലാൻ പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ചെയ്താലല്ലേ ഏകദേശം അതിന്റെ സ്ക്വയർ ഫീറ്റിലെ കാര്യം. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെയൊക്കെ കൊടുത്താൽ പോലെ വലിയൊരു സംഖ്യ വാങ്ങും. നമ്മൾ അബുവാമീനോട് വാങ്ങി ഉസ്താദ് പണി ചെയ്തോളി. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് PDF ഫയലാക്കി ഉസ്താദിനെ അയച്ചാൽ അതിന്റെ വീട്ടിൽ പ്രിന്റ് ഉണ്ടല്ലോ, ആ പ്രിന്റ് ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോ അതിന്റെ പേരിൽ ആരെങ്കിലും കായ് അത് ഉസ്താദ് കിട്ടോലിന്നാണ്. അപ്പൊ ഞാനിത് ഇങ്ങനെ ഒരു സൗകര്യം മുമ്പുണ്ടായില്ല. അപ്പൊ ഞാനൊരു വീടിന്റെ പ്ലാനൊക്കെ വരഞ്ഞാണ്ട് ഒരു ഓഫീസ് പോയി കൊപ്പത്ത്. അപ്പൊ അതൊരു കുറെ എഞ്ചിനീയറാണ്, കുറെ കണ്ടമാനം വീടുകൾ പണിയെടുപ്പിച്ച് നല്ല പരിചയസമ്പന്നനായ ഒരു എഞ്ചിനീയറാണ്. അപ്പൊ ഞാൻ വീടിന്റെ പ്ലാൻ വരക്കുമ്പോ അതിന്റെ ദിശകൾ അയിമ എഴുതും. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞ് ദർശനം വടക്ക്. അതായത് വീടിന്റെ മുഖം വടക്കോട്ടാണ്, അല്ലെങ്കിൽ ഇന്നത് തെക്കോട്ടാണ് എന്നൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്താതിന്റെയാണ്. അപ്പൊ അയാളിങ്ങനെ വീടിന്റെ മുഖം വടക്കോട്ടുള്ള ഒരു വീടിന്റെ മുഖത്തിൻ്റെതാണ്. അപ്പൊ ഞാൻ അതിൽ കിച്ചൺ കൊടുത്തിട്ടുള്ളത് തെക്ക് കിഴക്കേ മൂലയിലാണ്. ആ സ്ഥലം പോയി നോക്കി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തെക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ വീടിന്റെ മുഖം വടക്കോട്ട് എന്നുണ്ട്. അപ്പൊ തെക്ക് കിഴക്കേ മൂലയിൽ കിച്ചൺ കൊടുത്തപ്പോൾ നിങ്ങൾ എന്തുത്താൽ ഈ കിച്ചൺ വരെ കൊടുത്തിക്കണമെന്ന് വെച്ചു. നിങ്ങളെന്താ ഈ കിച്ചൺ വരെ കൊടുത്തിക്കുന്നു വെച്ചു. എന്തേന്ന് വെച്ചു, വടക്ക് കിഴക്കേ മൂലയിലല്ല കിച്ചൺ കൊടുക്കേണ്ടത് എന്നാണ്. ആരെ പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഇയാളെയൊക്കെ കുറെ വാസ്തുശാസ്ത്ര സംബന്ധമായ പുസ്തകങ്ങളുണ്ട്. ശബ്ദമൊക്കെ അജ്മൽ മദവൂർ റേഡിയോ ശ്രോതാക്കളൊക്കെ ഇല്ലെന്ന്. ഈ നമ്മൾ ഈ പാവപ്പെട്ട ഒരുപാട് സാധാരണക്കാരുണ്ട്. ഈ വീട് സംബന്ധമായ രീതിയിലുള്ള ഏതാക്കുടിത്തിൽ കുടുങ്ങി 400 മാഷാ അല്ലാഹ് കൂടി വരികയല്ലോ. എന്റെ റേഡിയോ ശ്രോതാക്കളോട് തീർത്തു പറയാം, ഇതൊക്കെ ഗദ്ദിക്കുങ്ങളെ പെണ്ണുങ്ങളൊക്കെ കേൾപ്പിക്കണം. ഈ സ്ത്രീകൾ ഓരോന്ന് പറഞ്ഞ അയൽവാസി സ്ത്രീകൾ അവരെ അത് പറഞ്ഞ് ഇബലത്തിങ്ങട്ട് മക്കളാക്കാതിരിക്കട്ടെ. അപ്പൊ ഇയാളെയൊക്കെ കുറെ വാസ്തുശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, വലിയ വലിയ ഗ്രന്ഥങ്ങൾ, നല്ല നല്ല ഡിക്ഷണറി മോഡൽ കനും കട്ടില്ല ഇത്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് പിന്നെ എവിടെ കൊടുക്കണം? അങ്ങനെയല്ലല്ലോ, വാസ്തുശാസ്ത്രം അങ്ങനെയല്ലല്ലോ എന്നാണ്. അപ്പൊ ഇങ്ങനെ കുറെ വാസ്തുശാസ്ത്രത്തിന്റെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ ആയാലും മേശപ്പുറത്ത് ഇങ്ങനെ അറ്റിക്കിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഇരിക്കുന്ന ഇതെന്തെങ്ങനെ കുറെ പുസ്തകങ്ങൾ, അത് വാസ്തുശാസ്ത്ര ആ ഇരിക്കുന്നതാണ്, അടുക്കളയുടെ ഭാഗം ഇരിക്കുന്നതാണ്. അതിലിങ്ങനെ ഉണ്ടാവും, അതിന് ഫിഹറസ് ഉണ്ടാവും. ഇങ്ങനെ അതിലുള്ള നമ്മളിപ്പോ ഓരോ വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ച വിഷയങ്ങളുടെ പേര് അടുക്കളയുടെ സ്ഥാനം, കക്കൂസിന്റെ സ്ഥാനം ഇങ്ങനെ ഉണ്ടാവും, ഇരിക്കുന്നതാണ്.
3 പുസ്തകം അയാളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു. 3 പുസ്തകം ഞാൻ അയാളെ കൊണ്ട് വായിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മനസ്സിലായി വെച്ചു. ഉസ്താദെ ഞാൻ ഈ പുസ്തകത്തിന് വാങ്ങി വെച്ചിട്ടുള്ളൂ, ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ എന്താക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല. ഇരിക്കട്ടെ. അപ്പൊ ഇവര് വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെയാണ് കിണറും വന്നിട്ടുണ്ട്, നല്ല പൊളിച്ചോലി. അപ്പൊ ആരോ വന്ന് പറഞ്ഞു, മമ്പുറന്തങ്ങളെ കിണറിന്റെ നേരക്കാൻ അടുപ്പും തീയും വന്നിട്ടുണ്ട് ഈ പെരക്കാരോട്. ഇതെന്തായ സംഭവം? ചിലപ്പോ അവരുടെ കുടുംബത്തിൽ പലവരും ക്ലാസ് കേൾക്കുന്ന ഒരു ടീമുണ്ട്. ഞാൻ അവരെ വിഷമപ്പെടുത്തുന്നില്ല. ഞാൻ മമ്പുറന്തങ്ങളെ മതിയെ, കാരണം നമുക്ക് ബേജാറ് പൂച്ചാൽ നമ്മൾ പറഞ്ഞൊരു വാക്കാല മമ്പുറന്തങ്ങളെ അത് കിണറിന്റെ നേരക്കാൻ അടുപ്പും തീയും കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വേറൊരു വിഷയം അതേ ഞാൻ പറയട്ടെ. കേരളത്തിൽ അറിയപ്പെട്ടൊരു വ്യക്തിയുണ്ട്. കേരളത്തിൽ വാസ്തു നിരീക്ഷണ വിദഗ്ധൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കുറിച്ച് അവകാശപ്പെടുന്നു. ചിലപ്പോ ഓൺലൈനിലുള്ള ഇപ്പൊ കാര്യമാണ്, പേരൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹവുമായി കുറെ ബന്ധപ്പെട്ടതാണ്. ലാസ്റ്റ് നമുക്ക് പറ്റാത്ത ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. മൂപ്പരെ ഞാൻ ഈ വാസ്തുശാസ്ത്രം മൂപ്പരേക്കെന്ന് പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പങ്കെടുത്തു. മൂപ്പര് കിണറിന്റെ സ്ഥാനം പറഞ്ഞു, ഒരു കാരണവശാലും തെക്കേ ഭാഗത്ത്, വീടിന്റെ തെക്കേ ഭാഗത്ത് കിണർ വരാൻ പാടില്ല. ഇനി വള്ളം കിട്ടിയില്ലെങ്കിൽ വള്ളം കിട്ടാതെ മരിച്ചാലും വേണ്ടിയില്ല എന്നാണ് മൂപ്പര്. ആ വളപ്പിൽ വീടിന്റെ തെക്കേ ഭാഗത്തെ വള്ളം കിട്ടാനൊന്നു, ഇനി എന്നാലും കിണർ പറ്റൂല. ഇനി വള്ളം കിട്ടിയില്ലെങ്കിൽ വള്ളം കിട്ടാതെ അത് മരിച്ചോട്ടേന്നാണ്. നിക്കത് തീരെ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇങ്ങളെ ക്ലാസ്സിക്ക് വന്നാണ്, ഇങ്ങളെ ക്ലാസ്സിക്ക് വന്നാണ്. അള്ളാഹു തആല ആഫിയത്ത് ആയുസ്സൊക്കെ നൽകുമാറാവട്ടെ. അത് നല്ലൊരു വിദഗ്ധനാണ്, ഒരു വാസ്തുശാസ്ത്ര നിരീക്ഷണ വിദഗ്ധൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. നമ്മൾ ഇതിനുണ്ടാക്കല്ല. അപ്പൊ മൂപ്പരുടെ വാസ്തുശാസ്ത്ര നിരീക്ഷണം എങ്ങനെയെന്ന് അറിയും. അതായത് 16 ഭാഗത്ത് കിണർ കുത്തണം, എന്നിട്ട് കിണറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കത്തിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ നിരീക്ഷണം പോലെ പോക്കണ്ടങ്ങള്. വേറെ ചിലവരും അമ്പലന്തങ്ങളെ കിണറിന്റെ നേരക്കാ അടുപ്പം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ മനസ്സിലായി ഒരു കഥയില്ലാണ് ഇതിന്റെ പിന്നാലെ വല്ലാരങ്ങൾ പോവണ്ടാണ്. ഉണ്ടാക്കിയതൊക്കെ അവിടെ നിന്നോട്ടെ, ഉണ്ടാക്കിയതൊക്കെ. പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ ഒരു കാര്യം ക്ലാസ് കേൾക്കുന്നവര് വളരെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ചിലത് നമ്മൾ പൊളിച്ചു മാറ്റേണ്ടി വരുത്തും. അതും പറഞ്ഞു അത് ഈ കിണറിന്റെയും അല്ലെങ്കിൽ അടുപ്പും തീയിന്റെയും പ്രശ്നമല്ല, അത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാനൊരു മാർഗനിർദ്ദേശം തരാം വരും ക്ലാസ്സുകളിൽ. ഇന്ന് രാത്രി വിളിക്കേണ്ട റേഡിയോ ഷോണക്കൽ സാറേ ഞാൻ പെര കയറ്റാൻ പോകുന്നത്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇനി പെര കയറ്റിയാൽ മതി. എന്റെ ആ ക്ലാസ് എന്നാ കഴിയുന്നു, നിങ്ങൾക്ക് ഇനി പൊളിച്ചു മാറ്റാതെ മുന്നോട്ട് പോകാനെങ്കിൽ ആ ക്ലാസ് എന്നാ കഴിയുന്ന വെച്ചാൽ അതിന്റെ ശേഷം ആ പെര കയറ്റിയാൽ മതി. ഇരിക്കട്ടെ. അപ്പോ ഇവിടെ കേരളത്തിൽ വാസ്തു നിരീക്ഷണ വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ കിണറിന്റെ നേരക്ക് തിരിഞ്ഞ് കത്തിക്കണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കിണറിന്റെ നേരക്കാണ്ട് അടുപ്പും തീയും അതിനെ ശക്തമായി എതിർക്കുന്നവരുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഇവരുടെ അടുപ്പും തീയും കിണറിന്റെ നേരക്കാണ്. ഇവരോട് വന്നിട്ട് എന്താപ്പങ്ങളിൽ കിണറിന്റെ നേരക്ക് കത്തിക്കും, വള്ളം തീയും ഒരു സ്ഥലത്ത് വള്ളത്തിന്റെ നേരക്ക് തീയും എന്തൊക്കെ പറഞ്ഞു. ഇവര് പൊളിച്ചു. ഇവരപ്പം കുറച്ചിങ്ങനെ മാറ്റി, കുറച്ച് ഈ കിണറിന്റെ മധ്യഭാഗം ഒഴിവാക്കി. അങ്ങനെയൊക്കെ ഉണ്ട്. ശരിയല്ലേ? എല്ലാം ബോധം ഓൺലൈനിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ പ്രയാസമാണ്. എന്നാലും ഒന്ന് കിണറിന്റെ മധ്യഭാഗം ഒഴിവാക്കി അടുപ്പും തീയുണ്ടാക്കിയത്. അങ്ങനെ പോലെ അതെങ്ങനെ കത്തിച്ച് മുന്നോട്ട് പോവുകയും കുഴപ്പമൊന്നുമില്ല. പതച്ചോനെ തള്ളപ്പേത നേരക്കാ തീയ് പോത്തിക്കണ്. കാരണം കിണറിന്റെ മധ്യഭാഗം ഒഴിവാക്കിയിട്ട് അടുപ്പും തീയൊന്ന് നീക്കിയപ്പോ ഏകദേശം പെരട നടുക്ക് വന്ന് അടുപ്പും തീ. അപ്പൊ കേൾക്കണില്ലേ? അപ്പൊ ആരോ വന്ന് പറഞ്ഞു, അബ്ബേ തള്ളപ്പേത നേരക്കാ തീയ് കത്തിക്കണ്, കോച്ചങ്ങൾ അതും ആവുമെന്ന് ഒഴിവാക്കി. ആവുമെന്ന് ഒഴിവാക്കി.
ഇവർ മറ്റേ മൂലക്കലേക്ക് വന്നു ആഴ്ച അതുക്കുണ്ടി വേറൊരു മൂലക്കലേക്ക്. അപ്പൊ വേറെ ആള് പറഞ്ഞു, റബ്ബേ എങ്ങനെ ഇങ്ങനെ പെരയില് ആ മൂലക്കൊന്നും അടുപ്പും തീയും. ഇപ്പൊ 3 സ്ഥലത്ത് അടുപ്പും തീയും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവസാനം ഓലെന്താ ചെയ്യുന്നത്? ഈസി കുക്കുമ്പോ കുക്കറിലിട്ടിട്ടാണ് ചോറ് വേവിക്കുന്നത്. ഇപ്പൊ ഇവിടെ തല്ല് തുടങ്ങുന്നത് പറ്റില്ല. ഇതുവരെ കിണറിന്റെ നേരൊക്കെ അടുപ്പും തീയും കൊടുത്തപ്പോഴൊന്നും ആ പെരയില് തല്ലാന്നിട്ടില്ല. ഇനി തല്ല് നടക്കാൻ പോകുന്ന രംഗങ്ങൾ ആലോചിച്ചു. അപ്പൊ അവസാനം അടുക്കള തീരുമാനമായിട്ടില്ലല്ലോ. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അപ്പൊ എന്ത് ഈസി കുക്കുമ്പോ കുക്കറിൽ ചോറ് വെക്കും. കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിനൊരു നിബന്ധന ഉണ്ട്. ഇത്ര പൂക്കേ പൂക്കാൻ പറ്റുള്ളൂ. ഉമ്മുദയ്യാന്റെ കൽപ്പന നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ ചിലതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കുക്കർ പൂക്കാന്ന് പറയുന്നത് എന്താ സ്പെഷ്യലടിക്കാൻ പറയുന്നുണ്ട്. മൂപ്പറ്റ പറഞ്ഞൊരു ഉപദേശകൻ അതിനുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഈ ലോകത്ത് കണ്ടമോണ ആൾക്കാർ നിങ്ങളെ ക്ലാസ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ പച്ച മലയാളത്തിലും പറയുമ്പോ ഞാൻ എവിടെങ്കിലൊക്കെ ചെല്ലുമ്പോ നിക്കില്ല ഒരു വർഷാൽത്തരല്ല. ഞാൻ പറഞ്ഞു എനിക്ക് വർഷാൽത്തരാണെങ്കിൽ ഇത് എവിടെയും പോവാൻ ഞാൻ മതി. എനിക്ക് എവിടെങ്കിലും പോകുമ്പോ ആരെങ്കിലും കാണുമ്പോ അബുറയ്യാന്റെ ഭാര്യയാണ് കുക്കർ പൂക്കന് പറഞ്ഞ മൊയിലിയുടെ പെണ്ണുങ്ങളാണ് തൽക്കാലം പേരയിലൊരു ഭാഗത്ത് ചെയ്യുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. ഇരിക്കട്ടെ. അപ്പൊ കുക്കർ പൂക്കാൻ അതിന് ഇത്ര പൂക്കുന്നതാണ്. ഇത്ര പൂക്ക് പൂക്കിയ പുറത്തിറച്ചി പോകും. ഇത്ര പൂക്ക് എന്ത് കോഴിയിറച്ചിക്ക്, പച്ചക്കറി ആണെങ്കിൽ ഇത്ര പൂക്ക്, അരി ആണെങ്കിൽ ഇത്ര പൂക്ക്. നിങ്ങൾ നമ്മളെ കിച്ചൻ പൊളിച്ചു മാറ്റിയ പെരേന്ന് സുഖം ഉണ്ടാവാണ്. കിച്ചൻ പൊളിച്ചു മാറ്റിയിട്ട് അതാണ് സംഭവം. അപ്പൊ ഈ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. അടുപ്പത്തൊരു സാധനം വെക്കും. ഓരിപ്പ വരാനാണിട്ടായിരിക്കും മുറ്റത്തേക്ക് പോയിരിക്കുക. അപ്പോഴാണ് മുറ്റത്തിന്റെ ഇങ്ങനെ റോഡിന്റെ മേത്തേക്ക് ഒരു പെണ്ണ് പോകുന്നുണ്ടാവും. ജഗത്താടി ആനും പറയണ്ട താത്താ, ഞാനേ ഇന്നിപ്പോ ഒരു സ്വീപ്പ് പൊട്ടിക്കുന്നു. ഞാൻ നിങ്ങാണ്ട് ആ കണ്ട പെണ്ണിനോട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിക്കാൻ നിന്നു. പക്ഷെ അടുപ്പത്ത് സാധനം വെച്ചത് മറന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കിത് തിരിയാനാ ഞാൻ പറഞ്ഞത്. എന്നോട് പല ആൾക്കാരും പറയും നിങ്ങളത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ അടുപ്പത്ത് സാധനം വെച്ചിട്ട് ഇപ്പൊ പറയാനത് പോയതാ, വിചാരിച്ച് പോയതാ. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ഒരാളെ കണ്ടു, അയൽവാസി സഹോദരനെ കണ്ടു. അപ്പൊ എന്തോ ഒരു വർത്താനം പറഞ്ഞു. ആ വർത്താനം അങ്ങനെ അത് കൂടി. പക്ഷെ അടുപ്പത്ത് സാധനം വെച്ചിക്കണ് എന്ന കാര്യം മറന്നു. അപ്പൊ ഇവിടെ അയിന് തീമത്തിക്കണ് ഇപ്പൊ എവിടെയാണ്? കുക്കറിലാണ്. കുക്കറിൽ നിന്ന് പൂക്കലുണ്ട്. പെരക്കാനാണെങ്കിൽ ചോറധികം വേവാനും പാടില്ല. കുക്കറിൽ നിന്ന് പൂക്കാണ്. അവസാനം ചോറധികമായി. ചോറ് വിളമ്പിക്കൊടുക്കുമ്പോ വേവ് അധികമാണ്. നിക്ക് വേണ്ട ഈ ചോറ് അനക്കൊന്നും നോക്കാൻ ഒഴിവില്ലെങ്കിൽ അങ്ങട്ട് ഇങ്ങട്ട് അധികാണ്ട് ഇയാൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. അജിമൽ മറവൂലെ ഇപ്പൊ എന്തായി? പെരേല് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അടുക്കള പൊളിച്ചു മാറ്റിയതാ. പക്ഷെ പെരക്കാരെന്ന് ചോറ് വേവ് അധികമായിച്ചു. ഹോട്ടലിൽ പോയി ചോറ് കഴിച്ചിട്ട് ഗതികേടായി. കാരണം ഹോട്ടലത്തെ ചോറ് അധികം വന്നിട്ടുണ്ടാവില്ല അല്ലേ? ഈ ഹോട്ടലുകളിലുള്ള നാടൻ ചോറിന് അങ്ങനെ ഒരു സ്വഭാവമല്ല. അത് അധികം വേവായിട്ടുണ്ടാവില്ല. ഏകദേശം ഒരു മുക്കാലുമല്ല ഫുല്ലല്ലാത്തൊരു വേഗക്കാലം ഹോട്ടലിലെ ചോറ് ഇരിഞ്ഞപ്പങ്ങൾക്ക് ഈ ദാനത്ത് ഈ അടുക്കലും പ്രശ്നങ്ങൾ. പക്ഷെ അപ്പൊ ഞാൻ ആകെ തുക പറഞ്ഞു, നിങ്ങൾ എവിടെങ്കിലും അടുക്കള കേട്ടണമെന്ന് ഞാൻ പറഞ്ഞതിനകത്തല്ല. കേറ്റി അടുക്കല ഒരാൾ വന്നിട്ട് പൊളിച്ചു മാറ്റാൻ പറയുമ്പോഴേക്കുന്നത് മാറ്റണ്ട എന്നെ നല്ലോണം ആലോചിച്ചിട്ട് പൊളിച്ചു മാറ്റാൻ മതി. ഞാൻ അതുപോലെ ചില ഉസ്താദുമാരെ ഞാൻ എതിർക്കൽ. എന്റെ ക്ലാസ് കേൾക്കുന്ന ഉസ്താദുമാരോട് ഞാൻ പറയാം, സാധാരണക്കാരായി കുറ്റടിക്കാൻ പോകുന്ന പല ഉസ്താദുമാരിന്റെ ക്ലാസ് കേൾക്കണം. വലിയ വലിയ ആലിമീങ്ങളോടൊന്നല്ല ഞാൻ പറഞ്ഞു. ലഭിച്ച കിട്ടാൻ ബോധ്യപ്പെടുത്ത മൊയിലേമാരാണെങ്കിൽ ഈ ദിനൊന്നും ഒരാരും വിശ്വാസാക്കുന്നു. ഇപ്പൊ എനിക്ക് നല്ലൊരു പണ്ഡിതൻ, സംഘടനാപരമായി നമ്മുടെ പക്ഷത്തല്ല, സംഘടനാപരമായി അദ്ദേഹം നമ്മുടെ പക്ഷത്തല്ല, പക്ഷെ നല്ല മഴക്കൂലാത്തിന്റെ കിതാബൊക്കെ രതിക്ക് ഓതി വീടിന് കുറ്റിയടിക്കാനും പ്രേം വരയാനും സ്ഥാനം കാണാനും കിബില നോക്കാനൊക്കെ പോകുന്ന ഒരു പണ്ഡിതനാണ്. ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കൽ നിന്നൊക്കെയും വത്തിക്കാനിൽ നിന്ന് നേരിട്ട് കിതാബ് ഓതി പഠിച്ച് കേരളത്തിൽ അറിയപ്പെട്ട വലിയ വലിയ ആലിമീങ്ങളുടെ അടുക്കൽ പോയി
മഴക്കൂലാത്തും കിബിലന്റെ കാര്യങ്ങളൊക്കെ രതിക്കു പഠിച്ചൊരു ഒരു ഉസ്താദാണ്, ഒരു തങ്ങൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ രതിക്ക് ഈ വീട് സംബന്ധമായ കാര്യങ്ങൾ ഗഹനമായി പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹവും. ഞാനൊരിക്കൽ ബന്ധപ്പെട്ടു, അപ്പൊ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് ഈ വിഷയത്തിൽ. സംഘടനാപരമായി ഒരു യോജിപ്പൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല എല്ലാവരെയും ഒത്തൊരുമയിൽ എത്തിക്കുമാറാവട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ വീട് കുറ്റിയടിക്കാൻ വന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു വീട് കുറ്റിയടിക്കാൻ വന്നു. എവിടെയല്ല, എന്റെ തറവാട് ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്ന തറവാട് ഞങ്ങൾ വേറെ ആൾക്കാർക്ക് വിറ്റു. അപ്പൊ ആ സ്ഥലത്ത് എന്റെ ഒരു വകയിലൊരു കുടുംബക്കാരനെ അവരെ വീട് കുറ്റിയടിക്കാൻ, നല്ല വലിയ വീടാണ്, ഇദ്ദേഹമാണ് വന്നത്. അങ്ങനെ വീടിനൊക്കെ കുറ്റിയടിച്ച് കിണറിന് സ്ഥാനം കാണും. അപ്പൊ ഞാനവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ എനിക്ക് യാതൊരു പരിചയമില്ല, അധികമൊന്നും ആയിട്ടില്ല, 1-2 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വീട് ഒരു കിണർ വേണമെന്നാണ്. അപ്പൊ അദ്ദേഹം ആ സ്ഥലത്ത് നടന്നിട്ട് അദ്ദേഹം നേരെ പോകുന്നത് കിണർ കുറ്റിയടിക്കാൻ എങ്ങട്ടാന്നല്ല നമ്മളെ ബഹുദേശ് മൂലയിലേക്കാണ് അദ്ദേഹം കിണറിന് കുറ്റിയടിക്കാൻ. കാരണം പല വാസ്തു വിദഗ്ധന്മാരുടെ അടുക്കലും സബോൽമുഖിക്കാത്ത പത്രമാണ് ആ മൂലക്ക കിണറിന്. ഏത് നമ്മളെ കഞ്ഞിമൂല, മൂലയല്ല, ആ ബഹുമാനപ്പെട്ട മൂല, അവിടെ കുറ്റിയടിക്കാൻ. അതായത് അവിടെ കുറ്റിയടിച്ചു. അപ്പൊ അത് മുഴുമുഴുപ്പൊക്കെ ഇങ്ങനെ തുടങ്ങി. പെരക്ക് കുറ്റിയടിക്കുമ്പോ പലരും ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്കിങ്ങനെ ഉള്ളിൽ ചിരി വരുന്നില്ല. നമുക്ക് പറ്റിയ ആളാണ്, ഇയാൾക്ക് പരിചയമൊന്നുമില്ല, നമുക്ക് പറ്റിയ ആളാണെന്ന് മതി. കാരണം തെക്ക് പടിഞ്ഞാറ് കഞ്ഞിമൂലയിൽ കിണറിന് കുറ്റിയടിക്കാണ്. അപ്പൊ ചില ആൾക്കാർ അവിടെ പറ്റൂ, ചിലര് വന്നിട്ട് ഇന്നോട് ചോദിക്കാം കുറ്റിയടിക്കാൻ പലരും അവിടെ പറ്റൂ. ഞാൻ ഒന്നും മുന്തിയില്ല. ഇപ്പൊ എന്താ തീരുമാനമാകാൻ അറിയാമല്ലോ. ഞാൻ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കുറ്റിയടിക്കൽ കഴിഞ്ഞിട്ട് മൂപ്പര് സലാമൊക്കെ പറഞ്ഞ് കിഴക്കല്ല ഇഷ്ടപ്പെട്ടു. തെക്ക് പടിഞ്ഞാറ് കഞ്ഞിമൂലയിൽ പെരക്ക് കിണറിന് കുറ്റിയടിച്ചെങ്കിൽ ഇയാൾ അത്യാവശ്യ കാര്യം മനസ്സിലാക്കിയ ഒരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടു. അദ്ദേഹം കുറെ കാര്യങ്ങൾ വന്നു, കുറെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞമ്മടെ ഗതിക്ക് കിതാബോധി പഠിച്ച് വീടിന് സ്ഥാനം കാണുന്നവർ. ഞാൻ മുമ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് അല്ലാഹു ആഫിയത്തുൽ ആയുസ് നൽകട്ടെ. ഇന്നും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കിണർ കുത്തിയിട്ട് അവിടെ കിണർ പാടില്ലാന്ന് ഒരു വീടിന് സ്ഥാനം നോക്കുന്ന ആള് പറഞ്ഞിട്ട് തെങ്ങ് കുഴിച്ചിട്ടിട്ട് ആ വീട്ടുകാർക്ക് പിന്നെ കിണർ വേണം. കാരണം അവരെ കിണർ പാടില്ലാണ്ട് ആ കിണർ തൂത്തിട്ട് തെങ്ങ് പിടിപ്പിച്ച് അവസാനം ആ കിണർ അപ്പൊ അവർക്ക് പിന്നെ കിണർ വേണം. നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദിനെ കൊണ്ടുവന്നു. ഉസ്താദ് ഇങ്ങനെ അവർ സ്ഥാനം നോക്കിയിട്ട് പറഞ്ഞു, എവിടെ അവര് തൂത്ത കിണറില്ല, എന്നിട്ട് തെങ്ങും തൈ വെച്ച കിണറില്ല, ആ തെങ്ങും തൈമ പൊളിച്ചിട്ട് ഇങ്ങനെ കിണറിന്റെ കുറ്റി ഇതാണ് എന്നാണ് തെക്ക് പടിഞ്ഞാറ് മൂന്ന്. ഇന്നും ഉസ്താദ് വഫാത്ത വെച്ചിട്ട് എത്ര കൊല്ലമായി, അതിന്റെ എത്രയും മുന്നത്തെ സംഭവം. ഇന്നും മഴ കിണറ്റിന്നാണ് വെള്ളം ഉപയോഗിച്ചത്. എന്തെങ്കിലും മനസ്സിലായി? ഞാൻ പറഞ്ഞതെന്റെ ഞാൻ ഒരൊറ്റ കാര്യമാണ്. അപ്പൊ ഗതിക്ക് കിതാബോധി പഠിച്ചവർ വല്ലാതെ ദുമ്മത്ത് ജനങ്ങളെ കടക്കുന്നില്ല. പക്ഷെ കൂടുതൽ ചിന്തിക്കാത്ത ചില സാധാരണക്കാരായ ഉസ്താദന്മാരും സാധാരണക്കാരെ വിശ്വാസാക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഞാൻ എന്റെ ഒരു വിനയത്തിന്റെ ഭാഷയിൽ പറയാം. ഒരു വീട്ടിൽ നമ്മൾ എന്താ വിശ്വാസാക്കുന്നത്? ഒരു വീട് അവര് കുറെ കാലമായി ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മക്കളൊക്കെ ഗൾഫിലാണ്, തമ്മക്കളൊക്കെ കെട്ടിച്ച് കല്യാണം കഴിഞ്ഞു, അൽഹംദുലില്ലാ വാപ്പിമ്മയ്ക്ക് ഹജ്ജിന് പോയി, എല്ലാം വാഹത്താണ്. കുറച്ചൊക്കെ ഒരു വീട് സംബന്ധമായ കാര്യം പഠിച്ച ഒരാള് മൂപ്പര് പെരയിൽ മൂപ്പര മൗലൂദിന് ക്ഷണിച്ചതാണ്. നമ്മളൊരു പെരയൊക്കെ മൗലൂദിന് ക്ഷണിച്ചാൽ നമ്മൾ മൗലൂദ് ഓടുക, ദ്വാരിക്കുക, ഭക്ഷണം കഴിച്ചാൽ പോയി. ഓരോ പെരയിൽ കക്കൂസ് എവിടെ കൊടുത്തത്, വാതിൽ എവിടെ കൊടുത്തു, നമ്മൾ അത് പറഞ്ഞ് ഇഷ്കാലാക്കണം. ഞാൻ എന്റെ വിനയത്തിന്റെ ഭാഷയിൽ പറയാം. അത് ഞാൻ രണ്ട് സ്ഥലത്ത് ഉണ്ടായ സംഭവം. വീട് ഒരു പ്രശ്നം 25 കൊല്ലമായി ആ പാവങ്ങൾ താമസിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, മക്കളൊക്കെ കെട്ടിച്ച് മക്കളൊക്കെ കല്യാണം കഴിച്ച് ആപ്പിമ്മയ്ക്ക് ഹജ്ജിന് പോയി, അൽഹംദുലില്ലാ നല്ല ജീവിതം. ആ വീട്ടിൽ ഒരാൾ ഒരു ഉസ്താദൻ വന്നു. അപ്പൊ മൂപ്പര് ഈ വാസ്തുശാസ്ത്രമായി എന്തൊക്കെയാ കുറച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മൂപ്പരാണ് നിങ്ങളെ കക്കൂസ് ഇവിടെ പറ്റില്ല, നോക്കി നിങ്ങളെ കക്കൂസ് ഇവിടെ പറ്റില്ല.
അപ്പൊ ഉസ്താദെ ഞങ്ങൾ 10-25 കൊല്ലായി, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഇങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പം വരാൻ പോകുന്നു. അവസാനം സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ ഈ ജനങ്ങളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുതായി മനസ്സിലാക്കി വെച്ച കാര്യം അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഈ വിഷയത്തിൽ വസ്വാസാക്കുന്നതിനോട് ശക്തമായി എതിർപ്പുള്ള ഒരാളാണ്. ശക്തമായി എതിർപ്പുള്ള ഒരാളാണ്. കാരണം ഞാൻ അതൊക്കെ പറയുമ്പോൾ അതൊക്കെ പുറ്റിൽ തേങ്ങത്ത മാതിരി തന്നെ ഞാൻ പറയുകയാണ്. നല്ല കാര്യമായി സ്ഥലത്തെപ്പറ്റി അറിയുന്ന ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ ഭൂമിയിലുള്ള പൈശാചികമായ ഷവ്വൊക്കെ അറിയുന്ന ഒരു കാര്യപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങള് വടക്കുകിഴക്കേ മൂലത്ത് തന്നെയാണ് കിച്ചൺ സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷെ നിങ്ങളുടെ വളപ്പിൽ ഈ മൂല തീ കത്തിക്കാൻ പറ്റിയ മൂലല്ല. അത് നിങ്ങൾ വടക്കുകിഴക്കേ മൂല ആയതല്ല വിഷയം. പക്ഷെ ഈ മൂലയിൽ, നിങ്ങളുടെ വളപ്പിൽ ഈ മൂലയിൽ തീ കത്തിച്ചാൽ ചില ദുർബോധ മനസ്സുകൾ ഉള്ള ഒരു ഭാഗമാണ്, അവരത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് നിങ്ങൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമില്ല. ഞാൻ ബന്ധൊക്കെ തന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ കിച്ചൺ കൊടുത്ത് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ സുഖം കിട്ടാത്ത വളരെ അപൂർവമായ 1-2 അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അത് കിച്ചന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല. വാസ്തവത്തിൽ ആ ഭൂമിയിൽ അവരൊരു ചെറിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി വീടും കാര്യങ്ങളും കയറ്റാൻ ഉദ്ദേശിക്കുന്നവർ, പുതിയ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ KMICയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുക. പുതിയ വീടും ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്നത്തെ നമ്മളത് കയറ്റി 2-3 കൊല്ലം കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ വസ്വാസാവുക. അത് അവരെ ശരിയല്ല, ഇതുവരെ ശരിയല്ല, ആ വാതിൽ അവരെ ശരിയല്ല, ഈ വാതിൽ അവരെ ശരിയല്ല എന്ന് പറഞ്ഞ് വസ്വാസായി പൊലിക്കലും മാറ്റലും തിരുമ്പലും ആയിട്ട് നടക്കുക അല്ലോ. ഇത്ര ആളുകൾ സാധുവായി എനിക്ക് വിളിക്കാറുണ്ട്, സാറേ ഒന്ന് ഉസ്താദ് വീട്ടിൽ വരണം, ഒന്ന് ഉസ്താദ് വീട്ടിൽ വരണം. എന്തിനാ വേണം? വീട്ടിലൊരു സുഖമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് തകരാതെ ഞാൻ അതിന് പോക്കില്ല ഇല്ലാന്നല്ല. അപ്പൊ അതുകൊണ്ട് ഈ വസുവാസാക്കുന്ന ചില ആളുകളുണ്ട് സാധാരണക്കാർ, നിങ്ങൾ അതിൽ മാറി നിൽക്കണം. അവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവർ നമ്മളോട് ചോദിച്ചു. നമ്മൾ വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് ചെന്നതാണ്. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടി പറയാം. ഒരാള് കുറ്റിയടിച്ച് കയറ്റിയ വീടാണ്. അല്ല, നിങ്ങൾക്ക് ഒരു 2 മിനിറ്റും കൂടി നിങ്ങൾ ക്ഷമിക്കിട്ടോ, അപ്പോൾ ഈ വിഷയം പൂർത്തിയാവൂല. ഒരാള് വീട് കുറ്റിയടിച്ച് അയാളുടെ നിർദ്ദേശപ്രകാരം കുറ്റിയടിച്ച് പ്ലാൻ വരഞ്ഞ് കയറ്റി ആ വീട് കുതിയിരുന്ന് 6 കൊല്ലായി. ഇത് നിരീക്ഷണം, ഇത് വെറും ഒരു നിരീക്ഷണത്തിന്റെ പിന്നിൽ വരുന്നതാണ്. നിങ്ങൾ പെട്ടെന്ന് പൊളിച്ചു മാറ്റല്ലേ, അതന്നെയാണ് എന്റെ വിഷയം. നല്ല ആലോചിച്ചിട്ടേ പൊളിച്ചു മാറ്റാവൂ, അതന്നെയാണ് ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നത്. അങ്ങനെ 6 കൊല്ലം ആ വീട്ടുകാരവിടെ താമസിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അതിന്റെ അടുത്ത പറമ്പില് വേറൊരു പെരക്ക് കുറ്റിയടിക്കാൻ ഇതേ ആള് വന്നു. അപ്പൊ പിന്നെ നമ്മൾ പുതിയ പെരക്ക് കുറ്റിയടിക്കുമ്പോ അവർ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ, പറമ്പല്ലേ. അപ്പൊ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു വീടാണ് ഈ വീട്. ഈ 6 കൊല്ലം മുന്നേ കയറ്റിയ വീട് പുതിയ വീട് നിർമ്മിക്കാൻ പോകുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ 10 വ്യക്തികൾ. അപ്പൊ ഈ വീട് കുറ്റിയടിക്കാൻ വന്നാൽ ഈ 6 കൊല്ലം മുന്നേ കയറ്റിയ വീട്ടിലേക്ക് ഇരുന്നു. എന്നിട്ട് കയറിയിരുന്നു നമ്മൾ ഒന്ന് ചായക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ വ്യക്തി കുറ്റിയടിച്ചതാണ് ഈ പേര. ആലോചിക്കുന്ന ഈ വിഷയം. ഈ പേര് മൂപ്പരി പെരയിൽ നിന്ന് ചായ കുടിക്കുമ്പോ ചോദിക്കുക, ആരെ പെര വരഞ്ഞിരുന്നു. അപ്പൊ മൂപ്പർക്ക് നോക്കുമ്പോ പല തകരാറ്. ശ്രദ്ധിച്ചോ പോയിന്റ് ചോദിച്ചാൽ, 6 കൊല്ലം മുന്നേ ഇയാളെ നിർദ്ദേശപ്രകാരം കയറ്റിയ വീട് 6 കൊല്ലത്തിന് ശേഷം അതേ വീട്ടിലേക്ക് ഇദ്ദേഹം വന്നപ്പോ അന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ആരെപ്പത് കുറ്റി കളിച്ചു ചോദിച്ചു. അദ്ദേഹം ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞ ആ വ്യക്തി ഇന്നോട് പറഞ്ഞത്. ആ കുറ്റി കളിച്ച ആരൊക്കെ മരിച്ചു വയ്ക്കണ്, അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കുക. ആരീ പെരക്ക് കുറ്റി കളിച്ചു എന്ന് ചോദിച്ചു. എന്താ പെരക്കാരി പറഞ്ഞു ആലോചിച്ചോക്കാൻ.
ഈ പെരക്ക് കുറ്റിയളിച്ച ഒരാള് ഈ പെരയിൽ നിന്ന് ചോദിക്കുക, ആരെ ഈ പെരക്ക് കുറ്റിയളിച്ച്, ആരെ ഇപ്പൊ ഈ പ്ലേനൊക്കെ പറഞ്ഞത്? അഷ്റഫ് ബത്തേരി പറഞ്ഞ എനിക്കും അനുഭവം ഉണ്ട്. എന്റെ ഇസ്തിഗ്ഫാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് 100 ഇസ്തിഗ്ഫാർ പതിവാക്കിയ ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിൽ എന്റെ അടുക്കളയുടെ സ്ഥാനത്തിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഒരുപാട് സാധാരണക്കാരിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച അടുക്കള പൊളിച്ചു മാറ്റുന്ന പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രതീക്ഷ കേരള പ്രവർത്തകർക്കും അബൂറയ്യാനുണ്ട്. യാതൊരു സംശയവുമില്ല. എന്താ ഈ വീട്ടുകാർ ബലോട് പറയാം? എന്താ പറയാ? ആരീ പേർക്ക് കുറ്റിയടിച്ച 6 കൊല്ലം മുന്നേ ഈ വീട്ടിലൊരു ചെറുപ്പക്കാരൻ, അയാൾക്ക് ആ ദേഷ്യം വന്നു. അയാളാണ് നിങ്ങൾ കുറ്റിയടിച്ച പേരല്ലതിനാണ്, പിന്നെന്താ അവിടെ ഉണ്ടാവുക? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഒന്ന് ഇനി ഈ അനുഭവത്തിന്റെ വ്യക്തമായ അനുഭവമുള്ള ഒരാള് ചിലപ്പം ഈ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അയാളെ നാട്ടിൽ അയാളെ പേര് ഞാൻ പറഞ്ഞില്ല. അതായത് ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിന്റെ പണി കഴിഞ്ഞു. ശ്രദ്ധിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിന്റെ പണി കഴിഞ്ഞു ഒരു വീട്. അങ്ങനെ പിന്നെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോ, 4-5 കൊല്ലം കഴിഞ്ഞപ്പോ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പണിന് കഴിക്കണം. അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് കുറ്റി അടിച്ച് പ്രേം വരഞ്ഞ ഒരു ആശേരിയുടെ അടുക്കൽ തന്നെ ഇവര് പോയി. ഇതിന് മേലക്കെടുക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴും തന്നെ നമ്മളതിൽ ചില കാരണവന്മാരുണ്ട്, അവർക്ക് പെര കുറ്റിയടിക്കുമ്പോ ആശേരി നിർബന്ധമാണ്. ചോച്ചിക്കുപ്പിന്റെ മാതിരിയാണ്, കഞ്ഞിരിപ്പിന്റെ മാതിരിയാണ്. ആശേരി നിർബന്ധമല്ല. കാരണവന്മാരുണ്ട്, ആയിക്കോട്ടെ. നമ്മളിപ്പോ അതിനെ ഒറ്റടിക്ക് എതിർക്കാതെ അവിടെ നിൽക്കട്ടെ. പല ചർച്ചകൾ നമ്മൾ മുമ്പ് നടത്തിയതാ. ഈ ഒരു ആശേരിയുടെ അടുക്ക പോയി, ഒരു സുഹൃത്തിന്റെ അടുക്ക. അപ്പൊ ഇയാള് വരഞ്ഞ ഒരു പ്ലാനും കാര്യമാണ് ഗ്രൗണ്ട് ഫ്ലോറ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറ് നിൽക്കാൻ വേണ്ടി ഇനിയിപ്പോ മേലെ കക്കൂസ് വെക്കുമ്പോ ആരെത് ഈ ഗ്രൗണ്ട് ഫ്ലോർ അതാരുണ്ടാക്കിന്ന് ചോദിച്ചു. ഇതിങ്ങനെ അങ്ങനെ എങ്ങനെയാണ്? ദേഷ്യം മുറ്റായിരിക്കും. കുറ്റിയടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഓരോ ഏതൊക്കെ പേരെ കുറ്റിയടിച്ചു എന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഒരു മിനിറ്റ് ഇനി ഒരുപാട് ആൾക്കാർ വിളിക്കും. ആരൊക്കെ വിളിച്ചു നിൽക്കും ഓർമ്മ ഉണ്ടാവില്ല. കണ്ടമാനം ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഓരോന്ന് ചോദിക്കാം. ഈ വിളിക്കുന്നവർക്കൊക്കെ ഇന്നല്ല അറിയാം. ഈ വിളിക്കുന്നവരാൾക്കാണല്ലോ വിളിക്കുന്നത്. എനിക്ക് ഈ വിളിക്കുന്നവരല്ലാതെ അറിയാത്ത പലരും പറയും 2-3 മാസം ഞാൻ മുമ്പ് ഉസ്താദിന് വിളിച്ചേന്ന്. ഞാൻ അപ്പൊ മുമ്പ് ഉസ്താദിന് വിളിച്ചാൽ അങ്ങനെ എത്ര ആൾക്കാർ വിളിക്കുമ്പോ എല്ലാവരും ഓർമ്മ ഉണ്ടാവും. വിളിക്കുന്നവരൊക്കെ നെറ്റിന്നാ വിളിക്കുന്നത്. എന്ന മാതിരി കുറ്റിയടിക്കാൻ പോകുന്നവർക്ക് ഞാനിപ്പോ എവിടെയൊക്കെ പേരെ 2 ദിവസം 2-3 കുറ്റിയടിക്കാണ്. ഞാൻ എവിടെയൊക്കെ പേരെ കുറ്റിയടിച്ചു എന്ന് അറിയില്ല. പക്ഷെ എന്റെ പേരക്കാരോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പേരക്ക് കുറ്റിയടിച്ചിട്ടുള്ളൂ, അല്ലേ ബത്തേരി? എന്റെ ജീവിതത്തിൽ എന്റെ പേരക്കോ ഒരിക്കൽ ഞാൻ കുറ്റിയടിച്ചിട്ടുള്ളൂ. ആ കുറ്റിയടിച്ച ആളാണ് എനിക്കല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷെ കുറ്റി അടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഞാൻ എവിടൊക്കെ പേരയിലാണ് കുറ്റി അടിച്ചു എന്ന് ഓർമ്മയുണ്ടാവില്ല. ഇതിന്റെ വ്യത്യാസം കണ്ടങ്ങൾ. ഇയാൾ ചോദിച്ചാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ ആരെങ്ങൾക്ക് കുറ്റി അടിച്ചത്. പിന്നാര സുഹൃത്തെ, നിങ്ങൾ 5-6 കൊല്ലം മുന്നേ വന്ന് കുറ്റി അടിച്ച് പ്രേം വരഞ്ഞ ഒരു വീടാണ്. അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പണിക്ക് കഴിക്കണം. അതിന്റെ മേലെ കക്കൂസ് എവിടെ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാനിങ്ങനാണ്. ഇതാണ് അത് കാര്യം. നമ്മൾ ഈ തൊടുക്ക് വരുമ്പോ അപ്പോ തോന്നും. അപ്പൊ അത് പെട്ടെന്ന് അത് പൊളിച്ച് മാറ്റുന്നു. ഇനി പുതിയ സ്ഥലം വാങ്ങാൻ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഇന്നത്തെ ആ ഒരു നിർദ്ദേശത്തിൽ ഞാൻ ഒന്ന് സ്വീകരിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ ഏതാ കുരുക്കിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് ഉണ്ടാക്കിയ മുതൽ പിന്നെ അത് പൊലിച്ച് നിഷ്ഫലമായി കളയുന്ന ഈ വസ്വാസിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ, എത്രയോ സാധാരണക്കാർ ഈ KMIC-യുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നു. അള്ളാഹുവേ, അവർക്ക് അതുപോലെ തന്നെ ഇതെല്ലാം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾ, പ്രവർത്തകർ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ ക്ലാസ് കേൾക്കുന്നവർ വിവാദങ്ങളുമായി വരാതെ വെറും ക്ലാസുകൾ കേൾക്കണേ. വിവാദങ്ങൾ അയച്ചു വിടാതെ. അതൊക്കെ നല്ല വിവാദമാവും. ഇതൊന്നും ഇപ്പോഴൊന്നുമല്ല. പട്ടാമ്പിയെ അരീക്കാതൻ
എന്നിപ്പോ ഇന്നും നാളെയൊന്നും ഇപ്പൊ എല്ലാവരും കേട്ടോന്നില്ല. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും ഗ്രൂപ്പില്. അപ്പോഴാണ് ഇതിങ്ങനെ അലയോധികൾ വരും. പെട്ടെന്ന് പൊളിച്ച് ഒഴിവാക്കല്. ഒരാൾ നിങ്ങളെ വീട്ടിലൊരു പ്രശ്നത്തിന് പരിഹാരം ഇന്ന ഭാഗം പൊളിച്ച് ഒഴിവാക്കലാണെന്ന് പറഞ്ഞാൽ ഒറ്റടിക്കാതെ നല്ലോണം ആലോചിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഞാനൊരുപാട് ഇപ്പൊ 10 രൂപ എനിക്കൊരു അനുഭവം ഉണ്ട്. കുറ്റിവെച്ച ആളെന്നെ പിന്നെ 5-6 കൊല്ലം കഴിഞ്ഞ് അതാരെ കുറ്റിവെച്ചു ചോദിച്ചാൽ പിന്നെ ഇപ്പൊ എന്താ കൊല്ലം കുറ്റിയടിക്കാൻ പറ്റുമോ പേർക്ക്? ജീവിതത്തിൽ ഓരോ പ്രാവശ്യം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പെണ്ണെത്തല. അത് ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ഒരിക്കൽ ചെയ്യുള്ളൂ. രണ്ടാമത് പെണ്ണെത്താൻ നമുക്ക് പൂരില്ലാച്ചല്ല, സംഗതി നമ്മൾ മുന്നോട്ട് പോകില്ലാച്ചിട്ടാണ്. അത് വേറെ കാര്യം. പക്ഷെ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നല്ല ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. കൊല്ലം കെട്ടുകയാണെങ്കിൽ ഞാൻ ഇക്കൊല്ലം കെട്ടിയത് പറ്റൂല, നമുക്ക് അടുത്തൊല്ലം കെട്ടുന്നത് നോക്കാനൊക്കെ. അപ്പൊ പെണ്ണെത്തുമ്പോ നല്ലോണം ആലോചിക്കണം. എന്താ ഓരോ സ്വഭാവം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഒക്കെ വേണം. അപ്പൊ ചിലപ്പോ എന്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങളെന്തത് ഇങ്ങനെ? അപ്പൊ ഞാൻ എന്റെ ഭാര്യ എന്റെ അപ്പാക്ക് നല്ലോണം ആലോചിച്ചതായിരുന്നു. എന്റെ അപ്പാനെ എന്റെ നാട്ടിൽ 25 കൊല്ലം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് എന്റെ അമ്മോശൻ, എന്റെ ഉസ്താദും കൂടിയാണ്. അപ്പൊ എന്റെ കുടുംബത്തിന്റെ അപ്പാന്, എന്റെ പെങ്ങന്മാരിന്റെ അമ്മാനിയല്ലോ നല്ല അരി എന്റെ ഭാര്യ കുട്ടികൾക്ക്, എന്റെ അമ്മോശന് നല്ല അരി. അപ്പൊ കല്യാണം ഇങ്ങനെ ഉമ്മയാനിങ്ങനെ കല്യാണം അന്വേഷിക്കുമ്പോ എന്റെ നാട്ടിൽ ഒരാള് പറഞ്ഞു, എന്താ കുഞ്ഞാപ്പോലിയർക്ക് ഒരു കുട്ടിയുണ്ട് എന്നാണ് ചാരിക്കൊല്ലര്. അപ്പൊ എന്റെ അമ്മോശൻ പറഞ്ഞൊന്നും ആലോചിച്ചാലില്ല, ഒന്ന് വിവരം കൊടുക്കും, ഓനോട് വന്ന് കാണാൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ മൂപ്പത്തിയത് എന്നോട് ഇങ്ങനെ പറയും, ഇങ്ങളെന്താ ഇങ്ങനെ? അമ്മ എന്റെ വാപ്പാക്ക് നല്ലോണം അന്വേഷിച്ചതായിരുന്നില്ല എന്നെ പറ്റിയിട്ട്. കുഞ്ഞാപ്പോലിയുടെ മകനാന്ന് പറഞ്ഞപ്പോഴേക്ക് എതിർത്ത് ചാതന്യോ, വാപ്പാക്ക് നല്ലോണം അന്വേഷിച്ച് ഇനി സഹിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്നെ മാറി ഇപ്പൊ തന്നെ എത്തുമ്പോ അത് ജീവിതത്തിലൊക്കെ നമ്മൾ ഒരിക്കൽ ചെയ്യുന്ന കാര്യം നല്ലോണം ആലോചിച്ച്. വീട് കാഴ്ച കൊല്ലം നമ്മൾ വീട് കാഴ്ച, ഒരു കൊല്ലം ഒരു വീട് കാഴ്ച, ഇനി നമ്മൾ അടുത്ത കൊല്ലം അങ്ങനെയല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വീട് കാഴ്ച. വാഹനം വാങ്ങണം, നല്ല ആലോചിക്കണം. ഞാനൊരു വീട് കാഴ്ചാൻ പോവുക, ഞാനിതൊന്ന് നല്ലോണം ഇനിഇത് കേറ്റിക്കഴിഞ്ഞാണ്ട് ഒരു പൊളിച്ചിന അവസ്ഥക്ക് വരരുത്. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനം എടുത്ത് ചെയ്യണം. എതിർത്ത് ചാത്തം പലപ്പോഴും നല്ലതല്ല. പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂന്റെ വാപ്പ പറഞ്ഞു, എന്ത് ചെയ്യുമ്പോഴും രണ്ടോത്ത ആലോചിക്കണം. പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂനോട് വാപ്പ പറഞ്ഞു, മോനെ എന്ത് ചെയ്യുമ്പോഴും രണ്ടോത്ത ആലോചിക്കണം എന്നാണ്. അങ്ങനെ മനസ്സിലാക്കി ബൾബിന്റെ സ്വിച്ച് ഇട്ട്, ബൾബ് ഓർഡറിൽ ഇതിനേന്റെ മുമ്പേ ബൾബിന്റെ സ്വിച്ച് ഇട്ട്, എന്നിട്ടാണ് ഓർഡറിലൊന്ന് കൈയിട്ട് ബൾബിന്റെ സ്വിച്ച് ഇട്ടിട്ട് ഓർഡറിൽ കൈയിട്ടാണ് കുഞ്ഞാപ്പത് തെറിച്ച്. അപ്പൊ വാപ്പ വെച്ച് എന്റെ കുഞ്ഞാപ്പച്ച് കാച്ചത് ചോദിച്ചു. വാപ്പാണില്ലേ എന്ത് ചെയ്യുമ്പോൾ രണ്ടോത്ത് ആലോചിച്ചാൽ ഓൻ ബൾബ് ഇതിനേന്റെ മുമ്പ് ബൾബ് കൊല്ലോന്ന് സ്വിച്ച് ഇട്ടെങ്ങാനൊന്ന് കഴിച്ചിട്ട് നോക്കിയതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമ്പോഴും രണ്ടോത്ത് ആലോചിച്ചത്. പിന്നെ നമ്മൾ പെട്ടെന്നൊരു വീട് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചെങ്ങാണ്ട് എവിടെങ്കിലും പോയിട്ട് ഒരു പ്ലാനും ഒന്ന് വരഞ്ഞ് പിന്നെ ഇനിയിപ്പോ അത് അങ്ങോട്ട് അതൊന്നും നിൽക്കണ്ട. അതിന് നല്ല വിദഗ്ധന്മാരാകുന്ന കിതാബോധി പഠിച്ച് തൊക്കുകയും മേഖലാസുള്ള ഉസ്താവുമാർ തന്നെ ഈ മേഖല കൈകാര്യം ചെയ്യുന്നവരും അവർ നമ്മളത്ത് സ്വീപ്പാക്കും. അപ്പൊ അത് പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് പറയാൻ നിൽക്കണം. അതുകൊണ്ട് പൊലിക്കുന്നവർ ശ്രദ്ധിച്ച് തീരുമാനം എടുത്തിട്ട് പൊലിക്കാം. ഇനി കയറ്റാൻ ഉദ്ദേശിക്കുന്നവർ നല്ലോണം അതിനെപ്പറ്റിയുള്ള മാർഗനിർദ്ദേശം സ്വീകരിച്ച് വീട് വരഞ്ഞ് ഇസ്ലാമിക അന്തരീക്ഷമുണ്ടോ, ഇനി കോലുണ്ടാക്കാനോ സ്ഥലമുണ്ടോ, എന്റെ വീടിന്റെ വളപ്പിനനുസരിച്ച സ്ഥാനത്താണോ കിച്ചൺ നിൽക്കുന്നത്, എന്റെ വളപ്പിന് അനുസരിച്ച സ്ഥാനത്താണോ കിച്ചൺ വന്നിട്ടുള്ളത്, അതല്ല നാട്ടേര് ഇങ്ങനെ പറഞ്ഞ ഒരു സ്ഥാനത്താണോ ഞാൻ കിച്ചൺ കൊടുത്തത്, ഈ പ്ലാനിൽ ഒക്കെ ആലോചിക്കുന്നതാണ്. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് സാധാരണക്കാരിലേക്ക് ക്ലാസുകൾ എത്തുമ്പോൾ നാട്ടിൻപുറങ്ങളില് വീട് സംബന്ധമായ വസ്വാസ് കൊണ്ട് ആകെ വിഷമിക്കുന്ന ഒരുപാട് സാധാരണക്കാർ, അൽഹംദുലില്ലാഹ്, ആ ഉസ്താദ് പറഞ്ഞ മാതിരി അവരിവരും പൊളിച്ച് ഒഴിവാക്കുന്നതിന് പകരം എന്റെ വീട്ടിലെ ഇസ്ലാമിക അന്തരീക്ഷം കൂടി ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ,
അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരവേദനകൾക്കുള്ള ടെസ്റ്റ് ഇന്നലെ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അതിലേക്ക് കടക്കണില്ല. ഏതെങ്കിലും ആങ്ങളാരെ കണ്ണീര് കുതിപ്പിച്ച് പന്തം പണയം വെച്ച് ഫ്രിഡ്ജും കത്തിലും വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിടുന്ന ഏതെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളും അങ്ങനെയാണോ എന്റെ വീട്ടിലെ ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളും എന്ന് ടെസ്റ്റ് നടത്തി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുക്കള പൊളിച്ചു മാറ്റുകൊണ്ടൊന്നും കാര്യമില്ല, കക്കൂസ് പൊളിച്ചു മാറ്റുകൊണ്ട് കാര്യമില്ല, മെയിൻ വാർഡിന്റെ നേരെ കോട്ടത്തുകൊണ്ട് കാര്യമില്ല. ആ കണ്ണീര് കുടിക്കുന്ന ഗൾഫിൽ ജോലിയില്ലാതെ 4 മാസം ജോലിയില്ലാതെ ഇക്കാമ കൊടുക്കാൻ കാശില്ലാതെ രാത്രി സമയത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളവും ഒരു ഉണക്കക്കുബൂസും കഴിച്ച് ജീവിക്കുന്ന ആങ്ങളയുടെ ഭാര്യയുടെ പന്തം പണയം വെച്ചിട്ട് തങ്ങളുടെ മാനം കാത്ത എന്റെ കുടുംബ രക്ഷിതാക്കന്മാരെ, നിങ്ങൾ അടുക്കലല്ല പൊളിച്ചു മാറ്റിയാലും വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നം അവസാനിക്കില്ല. ഓരോരുത്തരും ആ ടെസ്റ്റ് നടത്തണം. വീട്ടിൽ പ്രശ്നങ്ങളുള്ളവര് ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ വീട്ടിലുണ്ടോ, രണ്ടാമത്തെ ടെസ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാനും കേൾക്കാനും പ്രചരിപ്പിക്കാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. മാഷാ അല്ലാഹ്. ഈനോ മക്കൾ ഉസ്താദില്ലേ? മാഷാ അല്ലാഹ്. ഞാൻ വൈക്കവിടുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവർക്കും നമ്മുടെ ശിഹാബ് സവാമയുടെ ഉമ്മ മരിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു, ഖത്തമ പോതിരുന്നു. ഉമ്മയുടെ